പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ വരുവാൻ, ആയുസ്സിൽ കാണാത്തൊരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവ് തന്നിരിക്കുന്ന എല്ലാ നല്ല ഭാഗ്യത്തിനും, നല്ല ജോലി, നല്ല തലമുറ, നല്ല കുടുംബം, എല്ലാ അനുഗ്രഹങ്ങൾക്കും, എല്ലാവിധ നന്മകൾക്കും, ധരിപ്പാൻ വസ്ത്രം, ഭക്ഷിപ്പാൻ ആഹാരം, കുടിക്കാൻ വെള്ളം, ശ്വസിപ്പാൻ വായു എല്ലാം നൽകി തന്ന കർത്താവിന് എല്ലാ നന്മകളും നൽകി തന്ന കർത്താവിന് നന്ദി കരയറ്റിക്കൊണ്ട്, അപ്പോൾ തന്നെ അർഹതയില്ലാത്തിരിക്കുന്നിടത്ത്, യോഗ്യതയില്ലാത്തിടത്ത് യോഗ്യരാക്കി, അർഹരാക്കി കർത്താവിൻ്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുന്ന കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട്, കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഇന്ന് ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി ദൈവവചന ധ്യാനത്തിനായി ഒരു വേദവചനം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം, അതിൻ്റെ 27-ാമത്തെ വാക്യം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? വളരെ സുപരിചിതമായ വാക്യവും പ്രാർത്ഥനകൾക്കൊക്കെ ഉപയോഗിക്കുന്ന വാക്യവും മിക്കവാറും പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള വാക്യവുമാണ് ഈ പറഞ്ഞ വചനം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ തന്നെ ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്തൊരു കോൺട്രഡിക്ഷൻ പോലെ തോന്നാം, ഒരു വിരോധാഭാസം പോലെ. ദേശം കൽദേയരാൽ പിടിക്കപ്പെട്ടു. ദേശത്തിനു ചുറ്റും നെബൂഖദ്നേസർ വന്നതിന് ചുറ്റും വടകോരി അത് പിടിക്കപ്പെട്ട് അവരുടെ ദേശം, ഇസ്രായേൽ ജനത്തിൻ്റെ ദേശം മുഴുവൻ, ദൈവത്തിൽ നകന്നുപോയ ജനത്തിൻ്റെ ദേശം മുഴുവൻ പിടിക്കപ്പെട്ടു. അങ്ങനെ ദേശം പിടിക്കപ്പെട്ട് ദേശം അടിമത്വത്തിലേക്ക് പോയി. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ബ്രിട്ടീഷ് കോളനി, മുമ്പിലൊക്കെ ഇന്ത്യ ബ്രിട്ടീഷ് കോളനി ആയിരുന്നതുപോലെ, ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നതുപോലെ ഈ ദേശം, ഇസ്രായേൽ അല്ലെങ്കിൽ പാലസ്തീൻ, ഇസ്രായേൽ അധിവസിക്കുന്ന പാലസ്തീൻ എന്ന ദേശം, ദൈവമക്കളുടെ ദേശം, അത് നെബൂഖദ്നേസറിന്റെ കരത്തിലായി. അങ്ങനെ ദേശം അവകാശമായി പിടിക്കപ്പെട്ടിരിക്കുമ്പോൾ യിരെമ്യാവിനോട് ദൈവം ഒരു അരുളപ്പാട് പറയുകയാണ്. കുഞ്ഞെ, നീ ഒരു കാര്യം ചെയ്യ്, നീ ദേശത്ത് വില കൊടുത്ത് ദേശം വാങ്ങി അതിന് ആധാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയെ പറയുമ്പോൾ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത് സാക്ഷികളെ വെക്കണം. ദേശത്തിന് വില കൊടുത്തിട്ട് അതിന് സാക്ഷികളെ വെക്കണം. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ദേശം വില കൊടുത്ത് വാങ്ങിയിട്ട് അതിന് ആധാരം രജിസ്റ്റർ ചെയ്യണമെന്ന്. അപ്പൊ യിരെമ്യാവിൻ്റെ അത് തീരെ മനസ്സിലാകുന്നില്ല. യിരെമ്യാവ് ചോദിക്കുന്നത്, കർത്താവെ, ദേശം പിടിക്കപ്പെട്ടിരിക്കുന്നല്ലോ, കൽദേയരാൽ ദേശം പിടിക്കപ്പെട്ടിരിക്കുന്നു, നെബൂഖദ്നേസർ ഒന്ന് പിടിച്ചിരിക്കുന്നു, ജനം അടിമത്വത്തിലേക്ക് പോയി, ദേശം സ്വന്തമില്ല. എന്നിട്ടും ദൈവമേ, എന്തുകൊണ്ടാണ് എന്നോട് ഒരു വിരോധാഭാസം പോലെ പറയുന്നത്? ദേശം വിലയ്ക്ക് വാങ്ങുകയും അത് ആധാരം ചെയ്യുകയും അതിൽ സാക്ഷികളെ വെക്കുകയും ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോ അടുത്ത വാക്കാണ് നാം വായിച്ചു കേട്ടത്. അപ്പോൾ യിരെമ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇതൊന്ന് ചിന്തിച്ചേ പ്രിയരെ. യിരെമ്യാവെന്ന് പറയുന്ന പ്രവാചകൻ, ജനനത്തിന് മുമ്പേ തന്നെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് കിടപ്പപ്പോഴേ പ്രവാചക ദൗത്യവുമായിട്ട് പുറത്തു വന്നവൻ, ബാലകനായിരിക്കുമ്പോൾ നീ ബാലൻ എന്ന് പറയരുതെന്ന് പറഞ്ഞ് പ്രവചിക്കാൻ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവൻ, ജീവിതത്തിന്റെ നല്ല യൗവനത്വങ്കൽ മുഖത്തു നോക്കി പ്രവചിക്കുന്ന പ്രവാചകൻ എന്ന ഖ്യാതിക്ക് ഉടമയായവൻ, പ്രവചിച്ചു, യഥാർത്ഥ സത്യം പ്രവചിച്ചു എന്നൊറ്റ കാരണത്താൽ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടവൻ, ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോകാതെ സത്യത്തിനും ന്യായത്തിനും പ്രവചനത്തിനും വേണ്ടി മാത്രം നിന്ന ഒരുവൻ, ആ യിരെമ്യാവിനോട് ദൈവം തമ്പുരാൻ പറയുകയാണ്, നീ ദേശം വിലയ്ക്ക് വാങ്ങ്, എന്നിട്ട് അത് സാക്ഷികളെ വെക്കുക, ആധാരം ചെയ്യുക, നമ്മുടെ ഭാഷയിൽ ആധാരം ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ യിരെമ്യാവിന് തന്നെ ഒന്ന് തോന്നുന്നു, എന്നോട് തന്നെയാണോ പറയുന്നത്, ഇങ്ങനെ തന്നെയാണോ കർത്താവ് പറഞ്ഞതെന്നൊരു സംശയം. കാരണം ദേശം പിടിക്കപ്പെട്ടിരിക്കുന്നു, നെബൂഖദ്നേസർ വന്ന് ദേശം പിടിക്കപ്പെട്ടിരിക്കുന്നു, കൽദേയരാൽ ദേശം പിടിക്കപ്പെട്ടിരിക്കുന്നു, ബാക്കി ജനത്തെ അടിമകളായിട്ട് കൊണ്ടുപോകുന്നു, ബാക്കി ദേശമെല്ലാം, നല്ല ഫലപുഷ്ടമായ ദേശമെല്ലാം ചവിട്ടി നശിപ്പിച്ച് ഇല്ലാതെയാക്കി കളയുന്നു. അതിനിടയ്ക്ക് ദൈവം ഒരുവനോട് പറയുന്നത്, നീ ദേശം വിലയ്ക്ക് മേടിക്കാൻ, നീ ഈ സ്ഥലം വിലയ്ക്ക് മേടിക്കുക, എന്നിട്ട് ആധാരം ചെയ്യാൻ പറയുന്നത്. യിരെമ്യാവിന് മനസ്സിലാക്കാത്ത പോലെ, ദൈവമേ, ഇങ്ങനെ പിടിക്കപ്പെട്ടു പോകുമ്പോൾ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്? കുഞ്ഞെ, അവിടെ മറുപടിയാ പറഞ്ഞത്, ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കുഞ്ഞെ, ഇന്ന് നീ ഒന്ന് ചിന്തിച്ചേ. സാഹചര്യം മുഴുവൻ നിനക്കെതിരാ. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ താമസിക്കുന്നവർക്ക് യുദ്ധമൊക്കെ കുറച്ചാളത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ വീണ്ടും സൈറനും യുദ്ധവും ഒക്കെ തുടങ്ങിയിരിക്കുക. എയർപോർട്ടിൽ ഇന്നലെ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ വരുന്നു, ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ആവുന്നു.
സാഹചര്യങ്ങളെല്ലാം എതിരാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, മുന്നോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞു പോകുന്ന പോലെ എന്തു ചെയ്യണമെന്ന് അറിയില്ല. അവിടെയാണ് നിന്നോട് പറയുന്നത്, കുഞ്ഞേ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ നിനക്ക് വഴി തുറക്കാൻ? അടഞ്ഞ വഴികൾ നിനക്ക് വേണ്ടി തുറക്കാൻ, അടഞ്ഞുപോയ ആകാശപാത നിനക്ക് വേണ്ടി തുറക്കാൻ. സാഹചര്യങ്ങൾ മുഴുവൻ എതിരായിട്ടിരിക്കുമ്പോൾ, ഇനി മുന്നോട്ടൊരു ചവിട്ടുപടി പോലും ഇല്ലാതെ അഗാധ ഗർത്തത്തിലേക്ക് പതിക്കുമെന്ന് ഭീതിയോടിരിക്കുമ്പോൾ, മുന്നോട്ട് പോകാൻ വഴി കാണാതിരിക്കുമ്പോൾ, കർത്താവെ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചിങ്ങനെ ചോദ്യചിഹ്നവുമായി ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കും. നിന്നോടാ പറയുന്നത്, കുഞ്ഞെ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാ, നീ എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞെ, നീ ദൈവത്തിന്റെ അടുക്കലേക്കൊന്ന് വന്നേ. സാഹചര്യമൊക്കെ നിനക്കെതിരായിരിക്കാം, നിന്നെ സ്നേഹിക്കുന്നവർ നിനക്കെതിരായിരിക്കാം, നിന്റെ ചുറ്റുപാടുകൾ നിനക്കെതിരായിരിക്കാം, നിന്റെ സാമ്പത്തികം നിനക്കെതിരായിരിക്കാം, എന്തിനാ രേഖകൾ പോലും നിനക്കെതിരായിരിക്കാം, അധികാരികൾ നിനക്കെതിരായിരിക്കാം. അതിന്റെ നടുവിലാ ദൈവം നിന്നോട് പറയുന്നേ, കുഞ്ഞേ, ഞാൻ നിന്റെ ഉടയവനാ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാ, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചേ. ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്താൽ സകലവും കഴിയുമെന്ന് മനുഷ്യരാൽ ഇത് അസാധ്യമാ. മാനുഷികമായിട്ട് നോക്കിയാൽ ഇത് ഇമ്പോസിബിളാ. കാലാവസ്ഥ നോക്കിയാൽ ഇമ്പോസിബിളാ. നീ പാർക്കുന്ന സാഹചര്യം നോക്കിയാൽ ഇമ്പോസിബിളാ. നിന്റെ സാമ്പത്തികവും ചുറ്റുപാടും നോക്കിയാൽ ഇമ്പോസിബിളാ. നിന്റെ ബന്ധുബലവും ശക്തിബലവും സാഹചര്യം എല്ലാം നോക്കിയാൽ ഇമ്പോസിബിളാ, സാധിക്കത്തില്ല. എന്നാൽ ഇന്ന് ദൈവം നിന്നോട് പറയും, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന്. കർത്താവിന് സകലവും കഴിയുമെന്ന്. നിന്റെ ഉടയവൻ, നിന്നെ സൃഷ്ടിച്ചവൻ, നിനക്ക് വേണ്ടി ജീവൻ തന്നവൻ, ആ ദൈവത്താൽ സകലവും കഴിയുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്കിങ്ങനെ യിരെമ്യാവിനോട് അരുളപ്പാട് പറഞ്ഞ് അടർത്തിയെടുത്ത് ഈ വചനം ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന കുഞ്ഞെ, നീ ഭാഗ്യവാനാ. നീ വചനം കേൾക്കുന്നത് കൊണ്ട് മറ്റൊരു കാര്യവുമില്ല. ഒറ്റയൊരു വസ്തുതയ്ക്ക് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടിയാണ് നീ വചനം കേൾക്കുന്നത്. എന്താണെന്നറിയാമോ? സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു എന്ന്, ദൈവത്താൽ കഴിയാത്തൊരു കാര്യവുമില്ല എന്ന് നീ ഒന്ന് തിരിച്ചറിയാൻ. നിന്റെ കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്ന ഒരുവനുണ്ട്. നിന്റെ കാര്യങ്ങളുടെ മേൽ ഇടപെട്ടിരിക്കുന്ന ഒരുവനുണ്ട്. നിന്റെ കാര്യങ്ങളുടെ മേൽ ഉത്തരവാദിത്വപ്പെടുത്തിരിക്കുന്ന ഒരുവനുണ്ട്. അവൻ പറയുക, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എന്നാ അങ്ങനെ തന്നെ ഒന്ന് സമർപ്പിച്ചേ. ആ സകല ജഡത്തിന്റെയും ദൈവമായ, നിന്റെ മാത്രമല്ല ഉലകത്തിലെ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയുടെ കയ്യിലേക്കൊന്ന് സമർപ്പിച്ചേ. എന്നിട്ട് പറ, കർത്താവേ, എനിക്കൊന്നും മനസ്സിലായി, അങ്ങേക്ക് കഴിയാത്തൊരു കാര്യവുമില്ല. ചന്ദ്രരോഗിയായ ഒരു മകനെയുമായിട്ട് യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ ചോദിക്കുന്നു, കർത്താവേ, നിനക്ക് കഴിയുമെങ്കിൽ. അപ്പോൾ കർത്താവ് ചോദിച്ചത്, എനിക്ക് കഴിയുമെങ്കിലെന്നോ? അല്ല, നിന്നാൽ കഴിയും. എൻ്റെ അവിശ്വാസത്തെ ശാസിക്കണം. ഏതാ? ഒന്ന് സമർപ്പിച്ചേ. കർത്താവേ, നിനക്ക് സകലവും സാധ്യമാണെന്ന്. അണഞ്ഞുപോയ വാതിൽ തുറക്കാൻ, ആ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ, ആ ശത്രു അപഹരിച്ചതിനെ തിരിച്ചു തരാൻ, നിനക്കില്ലെന്ന് പറഞ്ഞതിനെ ഉണ്ടാക്കി തരാൻ, മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുവാൻ കഴിവുള്ളവൻ. കർത്താവിന് സകലവും സാധ്യമാണെന്ന് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒന്ന് സമർപ്പണത്തോടെ കർത്താവിന് സകലവും സാധ്യമാണെന്ന് പറഞ്ഞ് ആ പാദപീഠത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ആ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്നു. ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ അങ്ങേക്ക് സകലവും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും യോബ് പറഞ്ഞതുപോലെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങേക്ക് സകലവും കഴിയുമെന്ന്. അടഞ്ഞതിനെ ഓപ്പണാക്കുവാൻ, ഇല്ലെന്ന് പറഞ്ഞതിനെ ഉണ്ടാക്കുവാൻ, മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ സാധ്യമാണെന്ന് കർത്താവേ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ. സ്വർഗം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. സ്വർഗത്തിന്റെ കൃപ ദൈവജനത്തോടു കൂടിയിരിക്കും. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലമാനവും മഹത്വത്തോടെ നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ ചെറുകടിക്കുള്ളിൽ നമ്മളെ മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.